ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ വൈദ്യുത കാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നമുക്ക് ട്രാൻസ്ഫോമറിനെ പഠിക്കാനല്ലേ. ട്രാൻസ്ഫോമറിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് കുറച്ച് സിമ്പിൾ ആയിട്ട് എങ്ങനെയാ ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇത് ടെക്സ്റ്റിലുള്ള ടേബിൾ ആണ്. അത് നമുക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ആദ്യം നമ്മൾ ഇക്വേഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡറി കോയിലുണ്ട്, പ്രൈമറി കോയിലുണ്ട് അല്ലേ. പ്രൈമറിയിലുള്ള വോൾട്ടേജ് നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറിയിലുള്ള വോൾട്ടേജ് വി പി. വോൾട്ടേജ് നമ്മൾ എന്താണ്, ഇതിലുള്ള ടേംസ് നമ്മൾ അറിയേണ്ടത് എന്തൊക്കെയാണ്? വോൾട്ടേജ് ഉണ്ട്, ചുറ്റുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് n ആണ്, പിന്നെന്താണ് കറണ്ട് അല്ലെ, വൈദ്യുത പ്രവാഹ തീവ്രത ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഐയും ഉണ്ട് അല്ലെ. ഇനി ഇത് പ്രൈമറി ആവുന്ന സമയത്ത് പ്രൈമറിയിലുള്ള വോൾട്ടേജ് നമ്മൾ എന്ത് വിളിക്കും? വി പി. പ്രൈമറിയിലുള്ള കറണ്ടിന് ഐ പി. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകളുടെ എണ്ണത്തിന് എൻ പി എന്ന് വിളിക്കും. ഇനി അത് നമ്മൾ സെക്കൻഡറി ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സെക്കൻഡറി ആവുമ്പോൾ എസ് കൊടുക്കണം അല്ലെ. വി എസ്, ഐ എസ്, എൻ എസ്. ഇത് കുഴപ്പമുണ്ടാവില്ലല്ലോ. ഇത് ഈ ഒരു ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ച് നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് മനസ്സിലാവും. എന്താണ് ഇക്വേഷൻ? വി എസ് ബൈ വി പി. നമ്മൾ വോൾട്ടേജിന്റെ ടേംസിന്റെ റേഷ്യോ കണ്ട വോൾട്ടേജിന്റെ ടേംസ് ബൈ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. വി എസ് ബൈ വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു സമാണ്? എൻ എസ് ബൈ എൻ പിക്ക് ഈക്വൽ ആണ്. എൻ എസ് ബൈ എൻ പിക്ക് ഈക്വൽ ആണ്. വി എസും എൻ എസും മേലെ തന്നെയാണ് വരുന്നത് അല്ലെ. അഥവാ നമുക്ക് നേരെ തലവെച്ചിടുകയാണ്. എന്താണ് വി പി ബൈ വി എസ് ആയിടുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മേലെ വി പി വന്നുകൊണ്ട് മുകളിൽ എന്ത് വരണം? എൻ പി വരണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. എൻ പി ബൈ എൻ എസ്. ഇനി നമുക്ക് കറണ്ടിന് വേണ്ടേ? വി ഐ ഐ ഐ എന്നിനെ കൊണ്ടുവരണ്ടേ? വി ഐ എൻ ഐ ഇനി ഐനെ കൊണ്ടുവരണം, കറണ്ടിന് വരണം അല്ലെ. കറണ്ട് നേരെ ഉൾട്ട തിരിച്ചിട്ടാണ് വരാം. ഇവിടെ എൻ എസ് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഐ പി ബൈ ഐ എസ്. ഇവിടെ ഐ പി ആയതുകൊണ്ട് എന്താണ്? ഐ എസ് ബൈ ഐ പി ആണ്. ഈ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള എല്ലാ പ്രോബ്ലംസും നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻ ആദ്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിച്ചു വെക്കുകയൊന്നും വേണ്ട, നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കത് ശരിയായിക്കോളും. നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ഒന്നാമത്തെ എങ്ങനെയാ ഉള്ളത്? ഒന്നാമത്തെ നമുക്ക് എന്തൊക്കെയാണ്? പ്രൈമറി കോയിലിന്റെ ഒരേ തന്നിട്ടുണ്ട്, സെക്കൻഡറി കോയിലിന്റെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ ഇതാണ്. ഒന്നാമത്തേല് എൻ പി തന്നിട്ടുണ്ട്. നമുക്ക് തന്നതൊക്കെ ആദ്യം ഒന്ന് എഴുതിയെടുക്കാം. എൻ പി എത്രയാണ്? 500 അല്ലെ. വി പി എത്രയാണ്? 10 വോൾട്ട്. വി പി എത്രയാണ്? 10 വോൾട്ട്. എൻ എസ് എത്രയാണ്? 2500 അല്ലെ. വി എസ് എന്താണ്? വി എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. വി എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ സമവാക്യം എഴുതാം. വി എസ് കണ്ടുപിടിക്കണോ? നമുക്ക് വി എസിനെ ആദ്യം തന്നെ മുകളിലങ്ങ് എഴുതാം. വി എസിന് നമുക്ക് ആദ്യം മേലെ വന്ന് നമ്മൾ ആദ്യം വി എസ് കഴിഞ്ഞാൽ താഴെ എന്താ എഴുതാ? വി തന്നെയാണല്ലേ. വി എസ് താഴെ എഴുതിയോണ്ട് വി പി താഴെ അല്ല, വി എസ് മുകളിൽ എഴുതിയോണ്ട് വി പി താഴെ അല്ലെ. ഇനി എന്ത് വേണം? എന്നാ തന്നിട്ടുള്ളത്? എന്നെ തന്നോണ്ട് എന്നെ വെച്ചിട്ട് എഴുതാം. ഐയാ തന്നിട്ടുണ്ടെങ്കിൽ ഐ വെച്ചിട്ട് എഴുതണം. എന്നല്ലേ തന്നത്? എൻ. വി എസ് മുകളിലുള്ളതുകൊണ്ട് എൻ എസ് മുകളില്, എൻ പി താഴെ. അപ്പൊ വി എസ് എത്രയാണ്? വി എസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. വി എസ് ബൈ വി പി എത്രയാണ്? 10 സമം, ഇവിടെ സമം ഉണ്ടല്ലേ. അപ്പൊ സമം എൻ എസ് എന്താണ്? 2500 ബൈ എൻ പി. എൻ പി എന്താണ്? 500 അല്ലെ. എൻ പി എന്താണ്? 500. ഇതൊക്കെ ആയിരിക്കുമല്ലോ. ഇനി ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2500 ബൈ 500. അപ്പൊ നിങ്ങൾ വിചാരിക്കും 10 ഇവിടെ പോയല്ലേ, 10നെ വേണ്ടേ? 10നെ നമുക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. 10 ഇവിടെ ബൈ ആണ്, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഇൻറ്റു വരും. ഇനി നമുക്ക് ചെറുതായിട്ട് 0 അവസാനം ഉണ്ടെങ്കിലുള്ള 0 മാത്രമേ വെട്ടാൻ കേട്ടോ. നടുവിലൊക്കെ വരുന്ന സമയത്ത് വെട്ടാൻ പാടില്ല. അവസാനമുള്ള 0s വെട്ടിക്കളയാം അല്ലെ. ഒരു 0 വെട്ടി, ഈ ഒരു 0 വെട്ടി, താഴെ ഒരു 0 വെട്ടി, മേലെ ഒരു 0 വെട്ടി. അപ്പൊ എന്താ കിട്ടി? മുകളിൽ 250 ഇൻറ്റു 1 മാത്രമല്ല. അപ്പൊ 250 ബൈ താഴെ 5 അല്ലെ. 250 ബൈ 5 നമുക്ക് ചെയ്ത് നോക്കാം. എന്താ വരിക? 5 5 25. 0 എത്ര പ്രാവശ്യം ഉണ്ട്? 0 പ്രാവശ്യം. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടിയത്? 50 അല്ലെ. 50 വോൾട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതിന്റെ ആൻസർ എന്താണ്? 50 വോൾട്ട്. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാനാവില്ലേ? രണ്ടാമത്തെ ഒന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തത് എന്താണ്? എൻ പി തന്നിട്ടുണ്ടോ? ഇല്ല. എൻ പി കണ്ടുപിടിക്കണം. വി പി എത്രയാണ്? 100. വി പി 100 വോൾട്ട്. പിന്നെന്താണ്?
NS തന്നിട്ടുണ്ട്. NS എത്രയാ? 800. പിന്നെന്താണ്? NP തന്നിട്ടുണ്ടോ? ഉണ്ട്, 25. VP ആണല്ലേ, VS എത്രയാണ്? 25 വോൾട്ട്. NS, VS, പിന്നെ NP യും VP യും തന്നിട്ടുണ്ട്. അപ്പൊ എന്താ കണ്ടുപിടിക്കണ്ടേ? NP. അപ്പൊ NP നെ മേലെ എഴുതണം. നമ്മൾ ആദ്യം NP നെ മുകളിൽ എഴുതി. താഴെ എന്ത് വരും? P മുകളിലാണ്ട് N-ന്റെ തന്നെ താഴെ S വന്നു. പിന്നെന്താണ്? നമുക്ക് തന്ന VS ഉം VP ആണല്ലേ. അപ്പൊ P ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ മുകളിൽ VP, താഴെ VS. ഇനി നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കണം. NP നമുക്ക് അറിഞ്ഞൂടാ. NS എത്രയാണ്? 800. VP 100. VS 25. ഇനി NP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 100/25. ഈ 800 നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുപോയി അല്ലേ. 100 എത്ര പ്രാവശ്യം 25 ഉണ്ട്? 100 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എത്ര കിട്ടും? 100 എത്ര പ്രാവശ്യം 25 ഉണ്ട്? 4 അല്ലേ. അപ്പൊ 4 × 800. ഇതെന്നാ 8 4 32. ഈ 2 0 ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത ആൻസർ ആയി. ഇതെത്രയാണ്? 3200. ഓക്കെ ആണല്ലോ. ഈ ഒരു ഫോമാറ്റിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യം നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് മാത്രം ഒന്ന് എഴുതി നോക്കാം. ബാക്കി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെ. മൂന്നാമത്തേൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? VP ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാം തന്നിട്ടുണ്ട് അല്ലെ. VP കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വരും? ഇക്വേഷൻ VP/VS = NP/NS അല്ലേ. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് വാല്യൂ ഇടാം. ഞാൻ എടുത്ത് എഴുതിയിട്ടില്ല. അപ്പൊ VP എത്രയാണ്? തന്നിട്ടില്ല. പിന്നെന്താണ്? VS അല്ലെ. താഴെ VS എഴുതണം. VS എത്രയാണ്? 120 സമം NP എവിടെ? 600 അല്ലെ. 600 ബൈ പിന്നെന്താണ്? NS എവിടെ? 1800. അപ്പൊ VP സമം 600/1800 ഇൻറ്റു 120. ഇതൊക്കെ ആയിരിക്കുമല്ലോ. 0 0 വെട്ടി, 0 0 പിന്നെയും വെട്ടി. പിന്നെന്താണ്? 60 × 12/18. എങ്ങനെ ചെയ്യാം? 60 18 കൊണ്ട് ഹരിച്ചു നോക്കാം. 60 18 കൊണ്ട് ഹരിക്കാം. 18 എത്ര പ്രാവശ്യം ഉണ്ടാവും? അല്ലെങ്കിൽ നേരെ ഇത് രണ്ടും ഗുണിച്ചിട്ട് ഹരിക്കാം. ചെറുതായിട്ട് വെട്ടാൻ അറിയുന്നവരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലെ. അപ്പൊ എങ്ങനെ വെട്ടാം? 18 6 ഉണ്ടാ? എത്ര പ്രാവശ്യം 6 ഉണ്ട്? 18 3 പ്രാവശ്യം ഉണ്ട്. ഇതിൽ എത്ര പ്രാവശ്യം 6 ഉണ്ട്? 10 പ്രാവശ്യം ഉണ്ട്. ഇനി 3 1 3 പ്രാവശ്യം 3 ഉണ്ട്. 12 എത്ര പ്രാവശ്യം ഉണ്ട്? 4 പ്രാവശ്യം 3 ഉണ്ട്. അപ്പൊ 10 × 4 എത്രയാണ്? 40 വോൾട്ട് ആണ് ആൻസർ വരിക. അപ്പൊ ഇതെന്താണ്? 40 വോൾട്ട്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ, നാലാമത്തത് എങ്ങനെ ചെയ്യാം? നാലാമത്തത് നോക്കുകയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കാനുള്ളത്? NS മുകളില് NP താഴെ. NS മുകളിലായുണ്ട് VS മുകളില് VP താഴെ. ഇനി NS കണ്ടുപിടിക്കാനുള്ളതാണ്. NS അതുപോലെ എഴുതി. NP എവിടെ? 12000. വലിയ വാല്യൂ ആണല്ലേ. 3 0 ഒക്കെ ഉണ്ട്. VS എവിടെ? 12 ബൈ VP എവിടെ? 240. ഇനി NS = 12/240 ഇൻറ്റു 12000. 0 വെട്ടിക്കളഞ്ഞ്. ഇനി നമുക്ക് നോക്കാം. 12 × 12000. 12000 ഒരു 0 ഇല്ല അല്ലെ. 1200 ആയപ്പോ ബൈ 24. ഇനി 12 എത്ര 12 ഉണ്ട്? ഒരു 12. 24 എത്ര 12 ഉണ്ട്? 2. അപ്പൊ എന്ത് കിട്ടി? മുകളിൽ 1200 വരുന്നുണ്ട്. 1 ഉണ്ട്. 1 × 1200 1200 അല്ലേ. ബൈ 2. അപ്പൊ എത്ര കിട്ടും? 1200/2. 1200ന്റെ പകുതി എത്രയാണ്? 600 അല്ലേ. അപ്പൊ ആൻസർ എത്രയാ വരിക? 600. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? NSO NPO VSO VPO മൂന്നെണ്ണം തന്നിട്ട് വേറെ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ എല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേർഡ്സിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 240 വോൾട്ട് AC-യിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് നൽകുന്നു. ഇതിന്റെ
പ്രൈമറി കോയിലിൽ 4800 ചുറ്റുകൾ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണക്കാക്കുക അല്ലേ. എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 വോൾട്ട് AC സപ്ലൈ a voltage of 8 volt to an electric bell in the circuit. The number of turns in the primary coil is 4800. Calculate the number of turns in the secondary coil. അപ്പോൾ നമ്മൾ എത്രയാ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടല്ലോ 240 വോൾട്ട് AC സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരു ട്രാൻസ്ഫോമറിന്. ട്രാൻസ്ഫോമർ 240 വോൾട്ട് AC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നുണ്ട്? 8 വോൾട്ട് പുറത്തേക്ക് കൊടുക്കും. എന്നിട്ട് അത് ഒരു ഇലക്ട്രിക് ബെല്ലിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണ്? 240 ആണ്. അതാണ് നമ്മൾ പ്രൈമറി സപ്ലൈ ചെയ്യുക വർക്ക് ചെയ്യുന്ന ആ ഒരു വോൾട്ടേജ് ഇൻപുട്ട് ചെയ്യുന്ന നമ്മൾ എത്രയാണോ വോൾട്ടേജ് കൊടുക്കുന്നത് അതാണ് എന്തെന്ന് പ്രൈമറിയിലുള്ളത്. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത്. നമ്മളവിടെ മനസ്സിലാക്കണം പ്രൈമറി എത്രയാണ്? 240 വോൾട്ട് ആണ്. അപ്പോൾ മറ്റേത് എന്താണ്? സെക്കൻഡറി ആണല്ലേ. സെക്കൻഡറി എത്രയാണ്? 8 വോൾട്ട് ആണ് തന്നിട്ടുള്ളത്. പിന്നെ ചുറ്റുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം എത്രയാണ്? പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം 4800 ആണ്. സെക്കൻഡറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. ഇംഗ്ലീഷ് മീഡിയത്തിന് കുഴപ്പമുണ്ടാവില്ല. 240 വോൾട്ട് AC സപ്ലൈ കൊടുക്കുന്നുണ്ട്. 8 വോൾട്ട് ആണ് കിട്ടുന്നത്. പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് 4800 ആണ്. സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ NS ആണ് മുകളിൽ വരുന്നത്, NP താഴെ വരണം. പിന്നെന്താണ്? NS മുകളിൽ വന്നുകൊണ്ട് VS മുകളിൽ വരും, VP താഴെ വരും. NS by NP എത്രയാണ്? 4800 VS എത്രയാണ്? 8 by VP എത്രയാണ്? 240. അപ്പം NS equal to 8 by 240 into 4800. 0 വെട്ടിക്കളഞ്ഞ് ഓക്കെ ആണല്ലോ. ഇനി എന്താ ഉള്ളത്? 8 into 450 by 24 വരുന്നുണ്ട് അല്ലേ. 24 ഒരു 24 ഉള്ളത് അല്ലേ. ഉള്ളിൽ 48 എത്ര 24 ഉണ്ട്? 24 48 രണ്ടെണ്ണം അല്ലേ. 2 പിന്നെ ഒരു 0. അപ്പൊ എന്താ ബാക്കിയുള്ളത്? 8 into 20 അല്ല. 8 into 20 എന്താണ്? 2 16 ഒരു 0 അല്ലേ. എത്ര കിട്ടി? 160 കിട്ടും. ഇതൊക്കെയാണല്ലോ. പ്രോബ്ലം നോക്കാം. The input voltage of a transformer is 240 volt AC അല്ലേ. 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ. അപ്പോൾ പ്രവർത്തിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണ്? പ്രൈമറി ഉള്ള വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 240 വോൾട്ട്. പിന്നെന്താണ്? There are 80 turns in the secondary coil. സെക്കൻഡറി കോയിലിൽ എത്രയാ? 80 ചുറ്റുകളുണ്ട്. സെക്കൻഡറി കോയിലിൽ 80 ചുറ്റുകൾ ഉണ്ട്. പിന്നെന്താണ് പറഞ്ഞത്? 800 turns in the primary. പ്രൈമറിയിൽ പ്രോബ്ലം നോക്കാം. The input voltage of a transformer is 240 volt AC. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻപുട്ട് പ്രൈമറി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട്. There are 80 turns in the secondary coil. 80 turns in the സെക്കൻഡറിയിൽ എത്ര അല്ലെ? സെക്കൻഡറിയിൽ എത്ര ചുറ്റുകളുണ്ട്? 80 ഉണ്ട്. പിന്നെന്താ പറഞ്ഞത്? 800 turns in the primary. പ്രൈമറിയിൽ എത്ര ചുറ്റുകളുണ്ട്? 800 അല്ലെ. പ്രൈമറിയിൽ 800 ചുറ്റുകളുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടി വരിക? VS ആയിരിക്കും അല്ലെ. ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡറിയിലുള്ള പുറത്തേക്ക് കിട്ടുന്ന വോൾട്ടേജ് ആണ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. VS അല്ലേ കണ്ടുപിടിക്കേണ്ടത്? VS മുകളിലും VP താഴെ. VS മുകളിലായോണ്ട് NS മുകളിൽ, NP താഴെ. VS കണ്ടുപിടിക്കണം. VP തന്നിട്ടില്ലേ? VP തന്നിട്ടുണ്ടല്ലേ. 240 NS എന്താണ്? 80 by NP എത്രയാണ്? 800 അല്ലേ. VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 by 800 into 240. 0 വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ദേ ഇവിടെ ഒരു 80, ഇവിടെ ഒരു 80. 80 ഉണ്ട്, വെട്ടിക്കളയാം. എന്ന് വെച്ചിട്ട് 801 by 80 എന്ന് പറയുമ്പോൾ ഇത് വെട്ടിക്കളയാൻ പാടില്ല. അങ്ങനെ വെട്ടിക്കളയാൻ പാടില്ല. 80 നമ്പർ ഉള്ളതുകൊണ്ട് 80 വെട്ടിക്കളഞ്ഞു. ബാക്കി എത്രയാണ് വരുന്നത് നമുക്ക്? 24. അപ്പൊ നമ്മളെ ആൻസർ എത്രയാണ്? 24 വോൾട്ടേജ് ആണ്. സിമ്പിൾ അല്ലേ ഇത്? പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളും സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണ് ഉള്ളത് അല്ലെ. ഈ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ. There are 5000 turns in the primary and 250 turns in the secondary. ആ നമുക്ക് അത് എങ്ങനെ എഴുതി വെച്ചാലേ. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? പ്രൈമറി എത്രയാണ്? 5000. പിന്നെന്താ വന്നിട്ടുള്ളത്? സെക്കൻഡറിയിൽ 250.
അപ്പോൾ NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250. ഇനി ഒന്നുകൂടി ചോദിച്ചു നോക്കാം. പ്രൈമറിയിലെ വോൾട്ടേജ് 120 ആണ്. പ്രൈമറിയിലെ വോൾട്ടേജ് ഡയറക്റ്റ് തന്നിട്ടില്ല, 120 അല്ലേ, 120 വോൾട്ടാണ്. പിന്നെ എന്താണ്, വൈദ്യുത പ്രവാഹ തീവ്രതയും തന്നിട്ടുണ്ട്. പ്രൈമറിയിൽ തന്നിട്ടുണ്ട് 0.1 ആംപിയർ ആണ് അല്ലേ. എന്നാ കണ്ടുപിടിക്കേണ്ടത്, സെക്കൻഡറിയിലെ വോൾട്ടേജും കറണ്ടും കണ്ടുപിടിക്കണം. സെക്കൻഡറിയിലെ വോൾട്ടേജും സെക്കൻഡറിയിലെ കറണ്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് VS കണ്ടുപിടിക്കാം. നമുക്കറിയാം VS കണ്ടുപിടിക്കാം. VS/VP സമം NS by NP. VS മുകളില് VP താഴെ, VS മുകളിലാണ്ട് NS മുകളിലല്ലേ. അപ്പൊ VS/VP എത്രയാണ്, 120 സമം NS എന്താണ് 250 by NP, വലിയ വാല്യൂ 5000 അല്ലേ. VS വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, 250 by 5000 ഇൻറ്റു 120. 0 വെട്ടിക്കളയട്ടെ, 0 വെട്ടിക്കളഞ്ഞ്. ഇനി 250, 0 വീണ്ടും വെട്ടിക്കളഞ്ഞ്. അപ്പൊ എന്ത് വരുന്നുണ്ട്, 25 ഉണ്ട്, 50 ഉണ്ട് താഴെ. 25 ഇൻറ്റു 12 by 50 അല്ലേ. 25 എത്ര 25 ഉണ്ട്, 25. 50 എത്ര 25 ഉണ്ട്, 2. അപ്പൊ 12 മുകളില് 2 താഴെ. അപ്പൊ എന്തൊരു 12 by 2 എത്രയാണ്, 6. 6 വോൾട്ടേജ് ആണ് VS. ഇനി എന്താ കണ്ടുപിടിക്കണം നമുക്ക്, VS നമ്മൾ കണ്ടുപിടിച്ച് അല്ലെ. ഇനി എന്താ കണ്ടുപിടിക്കണം, IS കണ്ടുപിടിക്കണം. അപ്പൊ IS നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചില്ല അല്ലെ. IS മുകളിലാകുമ്പോ IP താഴെ. ഇനി എന്താ എഴുതാം, ഐക്ക് ഒരു വ്യത്യാസം ഉണ്ട്, അതിന്റെ നേരെ തിരിച്ചിട്ട് ബാക്കി രണ്ടാൾക്കാരും വരും അല്ലെ. നിങ്ങൾക്ക് N വെച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ V വെച്ചിട്ട് എഴുതാം, അത് നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് V വെച്ചിട്ട് എഴുതാം. V വെച്ചിട്ട് ആകുമ്പോൾ എന്താ, VP/VS. എന്ത് വെച്ചിട്ട് എഴുതാം, NP/NS എഴുതാം. രണ്ടും സെയിം വാല്യൂ ആണ് വരിക. അപ്പൊ എന്താണ് വരിക, VP. IS കണ്ടുപിടിക്കണം. IP നമ്മൾ കണ്ടുപിടിച്ചാ, IP നമുക്ക് തന്നിട്ടുണ്ടല്ലോ. IP എത്രയാണ്, 0.1 equal to VP എന്താണ് 120 by VS കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ, എത്രയാണ് 6 അല്ലേ. അപ്പം IS പറഞ്ഞു കഴിഞ്ഞാൽ 120 by 6 ഇൻറ്റു 0.1. ഈ 0.1 നമുക്ക് എന്ത് എഴുതാൻ അറിയാവാ, എങ്ങനെ എഴുതാം, ഒന്നല്ലേ മേലെ ഉള്ളത്, 1 താഴെ എന്ത് എഴുതാം, പോയിന്റിന് ശേഷം ഒരു നമ്പർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം, 10 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഗുണിച്ചിട്ട് ഹരിക്കുകയൊക്കെ ചെയ്യണം നമ്മളല്ലേ. വെട്ടാനും ചുരുക്കാനും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പമാണ് ഫിസിക്സിലെ പ്രോബ്ലംസ് ചെയ്യാൻ. 0 വെട്ടിക്കാതെ 12 by 6, 12 എത്ര വെച്ച് 6 ഉണ്ട്, 2 ആംപിയർ ആണ് ആൻസർ വരാം. നമ്മൾ വെട്ടാനും ചുരുക്കാനും കുറച്ച് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഈ ആൻസർ എത്രയാണ്, 2 ആംപിയർ ആണ് വരിക, 2 ആംപിയർ. അപ്പോൾ വെട്ടാനും ചുരുക്കാനും കുറച്ചൊന്ന് ശീലിച്ചു കഴിഞ്ഞാൽ ഫിസിക്സിലെ പ്രോബ്ലംസ് എല്ലാം എളുപ്പമാണ്. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.